മാരഡോണയുടെ കാലത്ത് ആണ് കേരളത്തിൽ അർജൻറ്റീന അനുകൂല ഒരു തരംഗം സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞാനത്ര വലിയ ഫുട്ബോൾ അങ്ങനെ നിരീക്ഷിക്കുന്ന ആളൊന്നുമല്ല. ചരിത്രം പരിശോധിക്കുക, ഓരോരുത്തരുടെ റെക്കോർഡ് നോക്കുക, അത് ഇത് അങ്ങനെയൊന്നുമില്ല എനിക്ക്. കളിയുള്ളപ്പോൾ സൗകര്യമുണ്ടെങ്കിൽ ഇത്തവണയും പല കളി കാണാൻ പറ്റിയില്ല. എന്തൊരു കഷ്ടമാണ്. വെളുപ്പിന് 2:30-ക്കാണ്, അല്ലെങ്കിൽ 1:30-ക്ക് ഒരു കളി, പിന്നെ 6:30-ക്ക് അടുത്ത കളി. ഇതെങ്ങനെ കാണാൻ പറ്റും നമുക്ക്? ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കാണുമായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും അത് നടക്കില്ല. നമുക്കൊരു ചിട്ടകളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കളികൾ ഞാൻ മിസ് ചെയ്തു. പക്ഷേ ഇത് ഞാൻ പ്രത്യേകം കണ്ടിരുന്നു. ഈജിപ്റ്റ് അടിച്ചു കയറി വരുന്ന ഒരു ടീമാണ് എന്ന് തോന്നി. ഈജിപ്റ്റ് അർജൻറ്റീന മാച്ചിൽ അന്യായം നടന്നു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. കാരണം ഒരാൾ ഓഫ് സൈഡ് കയറിയോ എന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ന്യായം പറയുന്ന വലിയ കഥയില്ല. ബട്ട് മൈ ഇംപ്രഷൻ ഈസ് ദാറ്റ് ഇൻജസ്റ്റിസ് വാസ് ഡൺ ടു ഈജിപ്റ്റ്. ആ ഇൻജസ്റ്റിസ് ഫിഫയും റഫറിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ ഒരു കറക്ഷനുണ്ട്. ആ കറക്ഷനാണ് നടന്നത്. അർജൻറ്റീന നിസ്സഹായരായി. സ്പെയിനും അർജൻറ്റീനയുടെ ഗോളിയും തമ്മിലായിരുന്നു കളി. അർജൻറ്റീനൻ കളിക്കാർ അവിടെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു ഷോട്ട് പോലും ഗോൾ പോസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ ഇടയ്ക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചിരുന്നു. ഇവർ 0-0 ആയിട്ട് നിൽക്കുമ്പോൾ 12 തവണ സ്പെയിൻ അറ്റംപ്റ്റ് ചെയ്തു, 7 തവണ അർജൻറ്റീന അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ അർജൻറ്റീനയ്ക്ക് ഒന്നും തന്നെ ഗോളാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ സ്പെയിൻ ഒരെണ്ണം അടിക്കുകയും ചെയ്തു. ഇറ്റലി എന്താ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം? ഒരു കാരണവുമില്ല, സത്യം ഒരു കാരണവുമില്ല. ഞാൻ അത് കൊള്ളാം എന്നിങ്ങനെ ഒരു ഇമ്പ്രഷൻ മനസ്സിൽ കയറി, അതങ്ങനെ. അപ്പോൾ ഒരു ലോകകപ്പ് എനിക്ക് തോന്നുന്നു 2006-ലോ ഫാബിയോ കന്നവാരോ ക്യാപ്റ്റനായിരുന്ന സമയത്ത് എനിക്ക് അത് പറഞ്ഞുകൂടെ കേട്ടോ. ഇറ്റലിക്ക് ഇതുവരെ എത്ര ലോകകപ്പ് കിട്ടി, അവരുടെ ഏറ്റവും നല്ല കളിക്കാരനാണ് ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് എൻ്റെ ഒരു ഇഷ്ട ടീം ഇറ്റലി. ശരി, അതങ്ങനെ മനസ്സിൽ കിടക്കുന്നു. അതിന് കുറേ കാലം കൂടെ കിടക്കുക, അത് മാറുമൊന്നുമില്ല. ഇപ്പോൾ ഈ ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട താരം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എംബാപ്പയാണ്. പേഴ്സണലി ഇപ്പോൾ മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, യമാൽ ഇവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പെ എന്ന് വെച്ചാൽ എംബാപ്പെ ഇവരെക്കാളൊക്കെ മഹാനായ കളിക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിഷ്ടം എംബാപ്പയാണ്, എനിക്കിഷ്ടം ഇറ്റലിയാണ്. ഇതുപോലെ തീർത്തും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ. ബട്ട് എംബാപ്പെ എങ്ങുമില്ലാതെ പോയി ഇത്തവണ. പക്ഷേ ഗോളുകൾ അടിച്ചു. ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്നില്ലല്ലോ. ഫൈനൽ ടൂർണമെൻറ്റ് ജയിക്കുക എന്നുള്ളതാണ്. അതാണ് ലക്ഷ്യം. ഗോൾഡൻ ബൂട്ടൊക്കെ വ്യക്തിഗതമായ സമ്മാനങ്ങളാണ്. അതൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പല രീതിയിൽ കൂട്ടിയിട്ട് നമുക്ക് തെക്കോട്ട് നോക്കി ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആൾ, സിസർ കട്ടടിച്ച് ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവാർഡും സമ്മാനമൊക്കെ കൊടുക്കാം. പൈസയാണല്ലോ ഇതിൻ്റെ. ഈ ഗെയിം എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നതുകൊണ്ടല്ലോ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ആണ് അതിന്. അരമണിക്കൂറൂടെ കളി നീട്ടുമ്പോൾ. അപ്പോൾ അരമണിക്കൂറൂടെ കളി നീട്ടാനായിട്ടുള്ള കളി കളിക്കുക. അതിന് കളിക്കാരുമൊക്കെ സഹകരിക്കണം. കളിക്കാർക്കുമൊക്കെ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗോളടിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ വരും. ക്രിക്കറ്റിൽ ചെയ്യുന്ന പോലെയൊന്നും ഫുട്ബോളിൽ ചെയ്യാൻ പറ്റില്ല, വളരെ ഓബ്വിയസ് ആയി പോകും. എന്നാലും ഒരാൾ അടിക്കുമ്പോഴുണ്ടല്ലോ, സാമാന്യം നല്ല കളിക്കാരന് അറിയാം അയാൾ അടിക്കുന്നതിൻ്റെ ഫോഴ്സിൽ ഈ പന്ത് നെറ്റിന് മുകളിൽ കൂടെ പോവുമോ നെറ്റിനുള്ളിൽ പോകുന്നു. അപ്പോൾ ഈ നെറ്റിന് മുകളിൽ കൂടെ പോകുന്ന പന്ത് പലപ്പോഴും ഒരു വിവാദ വിഷയമാകാവുന്നൊരു സാധനമാണ് നാളെ ഒരു കാലത്ത്. ഇന്ന് വരെ അതായിട്ടില്ല. മനഃപൂർവ്വം അടിച്ച് നെറ്റിന് മുകളിലേക്ക് വിടുന്നതാണെങ്കിലോ ഗോളൊക്കെ നമുക്ക് അടിക്കാമെന്ന്, കുറച്ച് കഴിയട്ടെ, എക്സ്ട്രാ ടൈമിൽ അടിക്കാം, എക്സ്ട്രാ ടൈമിലേക്ക് നീളട്ടെ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ വർദ്ധിക്കും. ഇതുപോലെ